ഹലോ, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു വെറൈറ്റി തോരൻ തയ്യാറാക്കുന്ന വീഡിയോ ആണ്. ഇന്ന് തയ്യാറാക്കുന്നത് നമ്മുടെ മുള്ളാത്ത ചക്കയില്ലേ, അത് നമ്മൾ പഴുത്തിട്ടൊക്കെ നമ്മളെല്ലാവരും കഴിക്കാറുണ്ട്. അതുപോലെ തന്നെ നമുക്കിത് തോരനും വെക്കാം. അതിനായിട്ട് ഞാനൊരു അധികം വിളഞ്ഞ് പോകാത്ത ഒരു മുള്ളാത്ത ചക്ക പറിച്ചെടുക്കുന്നുണ്ട്. ഇതിൽ നിറയെ എറുമ്പൊക്കെ കൂട് വെച്ചിരുന്നതാണ്. എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ട് ഇതൊന്ന് ഇരുമ്പ് ഉപയോഗിച്ചാണ് കട്ട് ചെയ്തെടുത്തത്. ഇത് ഞാൻ എന്നിട്ടൊന്ന് കഴുകിയതിന് ശേഷം ആണ് എടുത്തിരിക്കുന്നത്. ഇത് ഇനി നമുക്കിതിൻ്റെ ഈ പുറത്ത് മുള്ളു പോലെ ഇരിക്കുന്ന ഭാഗം ഒന്ന് ചെത്തി വൃത്തിയാക്കി എടുക്കണം. ഇതിൻ്റെ മുള്ളു പോലുള്ള ഭാഗം ചെത്തിയെടുക്കുന്നതിനായിട്ട് ഒരു ഇരുമ്പ് ഉപയോഗിച്ച് അതിൻ്റെ മേൽഭാഗം ഇതുപോലൊന്ന് കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം നല്ല രീതിയിലൊന്ന് ഒരുപാട് മാംസം അതിൻ്റെ ആ ദശ പോകാതെ നമുക്കിതുപോലൊന്ന് ചെത്തിയെടുക്കാം. ഇതിപ്പം നല്ല രീതിയിൽ ചെത്തി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഒന്ന് ചെറുതായിട്ട് ഒന്ന് അരിഞ്ഞെടുക്കണം. അതിനായിട്ട് നമുക്ക് അരിഞ്ഞെടുക്കാൻ എളുപ്പത്തിന് നമുക്ക് ഇതേപോലൊക്കെ ഒന്ന് ചെറുതായിട്ട് പീസായിട്ട് ഒന്ന് മുറിച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് ഇതിലുള്ള അരിയുണ്ട്. അന്നേരം അത് നമുക്ക് ഈ തോരൻ വെക്കുന്നതിന് ആവശ്യമില്ല. അന്നേരം നമ്മൾ അരിഞ്ഞെടുക്കുന്നത് സമയത്ത് നമുക്ക് ഇതേപോലെ ഒന്ന് ചെറുതായിട്ട് ഇതേപോലെ കുത്തി കളഞ്ഞു കഴിഞ്ഞാൽ എല്ലാ അരിയും അതിനകത്ത് നിന്ന് പോയി കിട്ടും. ഇതിൻ്റെ കുരു പോക്കാൻ എളുപ്പത്തിന് അതിൻ്റെ ഈ ചക്കയുടെയൊക്കെ നടുഭാഗത്തൊരു പൂഞ്ഞ് പോലുള്ളൊരു സാധനമില്ല, അതുപോലെ ഇതിനും ഉണ്ട് അതേപോലൊരു ഭാഗം പൂഞ്ഞ്. അന്നേരം അതുകൂടെ ഒന്ന് ചെത്തിക്കളഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇതുപോലെ അരിഞ്ഞെടുക്കാനായിട്ട് പറ്റും. അങ്ങനെ നമ്മുടെ മുള്ളാത്ത ചക്ക അതിൻ്റെ പൂഞ്ഞൊക്കെ കളഞ്ഞ് നല്ല വൃത്തിയാക്കി ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് തയ്യാറാക്കാം. ആദ്യം തന്നെ നമുക്ക് ഇതിന് വേണ്ടുന്ന അരപ്പ് തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് ഞാൻ തേങ്ങ തിരുവി എടുത്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. മിക്സിയുടെ ജാറിലേക്ക് തേങ്ങ ഇട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് ഒരു 4 അല്ലി വെളുത്തുള്ളി, ഒരു നുള്ള ജീരകം, പിന്നെ അതിലേക്ക് എരിവിനനുസരിച്ച് പച്ചമുളക്, ഞാനിവിടെ എടുത്തിരിക്കുന്നത് കാന്താരി മുളകാണ്, എരിവിനനുസരിച്ച് മാത്രം ഇട്ട് കൊടുക്കണം. പിന്നെ ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, ഇതെല്ലാം കൂടെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് ഒരു പാന് ഗ്യാസ് അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. ആ പാത്രം ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് നല്ല രീതിയിൽ പൊട്ടി വരുമ്പോഴത്തേന് നമുക്ക് ഇതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ചെറിയ 2 സവാളയാണ് കൊത്തിയരിഞ്ഞെടുത്തിരിക്കുന്നത്. വലിയ സവാളയാണെങ്കിൽ 1 ആയാലും മതി. ഞാനിപ്പോൾ 2 സവാള കൊത്തിയരിഞ്ഞ് ഇത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് പെട്ടെന്ന് വഴണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് ഇട്ട് നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അധികം അങ്ങ് ബ്രൗൺ നിറമായി പോകണ്ട. അതിന് മുമ്പിട്ട് തന്നെ നമുക്ക് ഇതിലേക്ക് കുറച്ച് കരിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഇതിൻ്റെ അരപ്പ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നല്ല രീതിയിൽ അതിൻ്റെ പച്ചമണമൊക്കെ മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിപ്പോൾ നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന മുള്ളാത്ത ചക്ക ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തൊന്ന് നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം ഇതിന് വേവുന്നതിന് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഒരടപ്പ് ഉപയോഗിച്ചൊന്ന് വേവാനായിട്ട് വെക്കാം. ഇതിപ്പോൾ നല്ല രീതിയിൽ വെന്ത് വന്നിട്ടുണ്ട്. ഞാൻ ഇടയ്ക്ക് വെച്ച് 1-2 വട്ടം ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതിപ്പം വെള്ളമൊക്കെ വറ്റി നല്ല രീതിയിൽ വെന്ത് കിട്ടിയിട്ടുണ്ട്. നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുക്കാം. ആ സമയത്ത് ആവശ്യമെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്തതിന് ശേഷം നല്ല രീതിയിലൊന്ന് ഇളക്കിയെടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല രീതിയിലൊന്ന് ഇളക്കിയെടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ മുള്ളാത്ത ചക്ക വെച്ചുള്ള തോരൻ ഇവിടെ റെഡിയായി. വീട്ടിൽ മുള്ളാത്ത ചക്കയുള്ളവർ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് തയ്യാറാക്കി നോക്കണം. നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമാകും. അങ്ങനെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരും വരെയും ബൈ. താങ്ക് യു.